ഈ എയർപോർട്ടിൽ ചെന്നൈയിൽ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ ജാഫറൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പം അവരടുത്ത് ഈ സിബിനും സംസാരിച്ചതാണ്, ഈ പറയുന്ന ആര്യപടായും സംസാരിച്ചതാണ്. അതിനുശേഷമാണ് ഇവരെല്ലാവരും കൂടെ ഇപ്പം അങ്ങോട്ട് മാറി ചെന്നിരുന്നിട്ട് ദിയാണ് PR എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ജാസ്മിൻ്റെ ഒരു PR വർക്കറാണ് ദിയ സന എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. ജാസ്മിൻ്റെ ഫ്രണ്ടുമാണ്. അല്ല ജാസ്മിന് വേണ്ടി PR ചെയ്യുന്നതെന്ന് എൻ്റെ അറിവിലില്ല. കാര്യം ഞാൻ പല വട്ടങ്ങളും ഞാൻ സംസാരിക്കാൻ നേരത്ത് ജാസ്മിൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് ഞാൻ ഉടക്കാറാണ് പതിവ് പുള്ളിക്കാരി എടുത്തത്. കാരണം ബിക്കോസ് എനിക്ക് അവളുടെ ഗെയിമിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ. അപ്പം സിബിൻ ശരിക്കും പറഞ്ഞാൽ സിബിൻ എന്തിനാണ് പോയി മാപ്പ് പറയേണ്ട ഒരു രീതി വരുന്നത്? മാപ്പ് പറഞ്ഞിട്ട് ഇത് ജാസ്മിൻ്റെ ആർമി അല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നെ തന്നെ അത് നേരെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അത് ഒട്ടും എന്താ പറയണ്ടേ, ഒരു ജെനുവിനിറ്റി ഇല്ലാതെ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. സിബിൻ്റെ പല കാര്യങ്ങൾക്ക് ഞാൻ ഓൾറെഡി വന്ന് പറഞ്ഞതാണ്. ഈ ഒരു വോയിസ് തന്നെ എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഇടാനായിട്ടുള്ള കാരണം സിബിൻ ഇത് ഇങ്ങനെ ഈ പറയുന്ന ജാസ്മിൻ്റെ ആർമിയെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം മേ ബി ഇത് റിയാക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചത്. എന്തായാലും ഇത് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് നേരെ സിബിൻ്റെ മണ്ടയിലോട്ട് വരുന്നുണ്ട്. എന്തായാലും വേറെ കാര്യം കൂടെ ഞാൻ പറയാം. ജാസ്മിൻ്റെ ആർമി എന്ന് പറയുന്ന ആൾക്കാരെ ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള വേറെ ആർമിയൊന്നും ഇല്ല. അപ്പം അതൊന്നും ഒരിക്കലും പൊക്കി പിടിച്ച് സപ്പോർട്ട് ചെയ്യാതുകൊണ്ടിരിക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുകയല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്ന് ചിന്തിക്കരുത്. ഇങ്ങനൊരു വോയിസ് പുറത്ത് വന്നപ്പം സിബിനെതിരെ ഈ പറയുന്ന ജാഫറൊക്കെ പറഞ്ഞ വോയിസ് വന്നപ്പോഴത്തേക്ക് ഞാനടുത്ത് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ലാതെ കെട്ടിപ്പിടിച്ച് നല്ലൊരു ഫോട്ടോയാണെന്നും പറഞ്ഞ് എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് കുട്ടി ആഘോഷിക്കുമായിരുന്നു. ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെ മരണമാസമായിട്ട് ജാഫർക്കായെന്നും പറഞ്ഞിട്ടൊക്കെ നമ്മളും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ഫോട്ടോ എടുത്തതിൽ തന്നെ ഞാനൊരു ഫോട്ടോ അങ്ങോട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരാളെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുത്ത് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ ക്യാപ്ഷൻ മാറ്റുമ്പോഴത്തേക്ക് ഇത് ഉടായ്പ പോലെ ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? അതിപ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും ജാസ്മിൻ്റെ വാപ്പ ഇപ്പോൾ റിയാക്ട് ചെയ്തത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.